വിനീത, അതുപോലെ ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി പരസ്യമായി തന്നെ RJD നേതൃത്വത്തെ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തിൽ തേജസ്വി യാദവിനെതിരായിട്ട് രംഗത്ത് വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. തേജ് പ്രതാപ് യാദവ് BJP സഖ്യത്തിലേക്ക് എന്ന സൂചനകൾ വരുന്നുണ്ട്. ആ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ ചില പൊട്ടിത്തെറികളൊക്കെ തന്നെ ഉണ്ടായിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് രോഹിണി ആചാര്യ കുടുംബത്തിൽ നിന്നും താൻ പാർട്ടിയിൽ നിന്നും വിട്ടുപോകുന്നുവെന്ന് അറിയിക്കുകയും അവർ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ മൂന്ന് മക്കൾ കൂടി വീട് വിട്ടിറങ്ങുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് തേജ് പ്രതാപ് യാദവ് NDAക്ക് പിന്തുണ നൽകിയിരിക്കുന്നത്. അദ്ദേഹം NDAയുടെ ചില നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട്. നേരത്തെ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകനായ തേജ് പ്രതാപ് യാദവ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ലാലു പ്രസാദ് യാദവ് പുറത്താക്കിയിരുന്നു. പിന്നാലെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി പാർട്ടി രൂപീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മത്സരത്തിലും വലിയ ഒരു നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം NDAയിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ലഭ്യമാവുന്നു. അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് തന്റെ പാർട്ടി ധാർമ്മികമായും NDA പിന്തുണയ്ക്കുന്നു എന്നാണ് തേജ് പ്രതാപ് യാദവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ചില നേതാക്കളുമൊക്കെയായി ഈ ഘട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള സൂചനകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. ദിലീപ് കുമാർ, ലാലു പ്രസാദ് യാദവിൻ്റെ മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് BJP സഖ്യത്തിലേക്ക് എന്ന സൂചനകളാണ്, എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിനീത VG. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.